അപ്പം രാവിലെ തന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേനും കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവാണ്. ഏതമ്പലം എന്നറിയോ? മധുര മീനാക്ഷി ടെമ്പിൾ. അപ്പോൾ മധുരയിലേക്കൊരു ട്രിപ്പ്, അതാണ് ഇന്നത്തെ വ്ളോഗ്. നോർമൽ ടീഷർട്ട്, അതേപോലെ ട്രാക്സ്, പിന്നെ സ്ലിപ്പ്. മധുരയ്ക്ക് തൂങ്കാ നഗരം എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഫുള്ള് നൈറ്റ് ലൈഫ് ഒക്കെ ഭയങ്കര പണ്ട് മുതലേ അങ്ങനെയാണ്. ബുക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ട് എനിക്ക് കഥ പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ ഞങ്ങളെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ടായിട്ടോ. ഇപ്പൊ നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാടുള്ള റോഡാണ്. അത്യാവശ്യം നല്ല റോഡാണ്. അങ്ങനെ ഞങ്ങളൊരു പെട്രോൾ സ്റ്റേഷനിലേക്ക് ഇറക്കിയേ. അവിടെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ട ഞങ്ങള് ഫുള്ള് ഗ്രീനിഷ് ആട്ടാ. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടാ, നൈട്രജൻ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ HP ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ യാത്ര തുടരുകയായി. അതിന്റെ ഇടയിൽ ഒരു പൂമ്പാറ്റനെ കണ്ടിട്ടാ. ഈ പൂമ്പാറ്റ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ, അതാണ് അത് എടുക്കാൻ കാരണം. അങ്ങനെ പിന്നെ നേരെ പാലക്കാട് ഭാഗത്തേക്ക് വെച്ച് പിടിച്ച് അവിടുന്നാണ് പിന്നെ നമ്മൾ പഴനി പൊള്ളാച്ചി റൂട്ട് പോവുക. അപ്പോ ഇതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ എത്തിപ്പെടാനൊന്നും വലിയ ടൈം എടുത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ ഓൾറെഡി പണ്ട് പോയതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പപ്പയ്ക്ക് ഇത് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ആ ആർക്കിടെക്ചറും പിന്നെ അന്ന് ആ അമ്പലം ഭയങ്കര അത്ഭുതമല്ലേ. ആ അമ്പലത്തിന്റെ ആ ഒരു മേക്ക് കാര്യങ്ങളൊക്കെ, പിന്നെ 1000 മണ്ഡപമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പപ്പ കാണണമെന്ന് വിചാരിച്ച് കുറച്ചായി. അപ്പോ ഇപ്രാവശ്യം പപ്പ പറഞ്ഞു തന്നാൽ നമുക്ക് മധുരയിൽ പോവാന്ന്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മള് ഇപ്രാവശ്യത്തെ ട്രിപ്പ് മധുരയ്ക്ക് ആക്കിയത് കേട്ടോ. അതൊക്കെ ശരിക്കും പോയി നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ അമ്പലമാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഓരോ കൊത്തുപണികളും ആ അമ്പലം നിർമ്മിച്ചതും എല്ലാം ഒരു എന്താ പറയാ, ഒരു വലിയൊരു അത്ഭുതം തന്നെയല്ലേ. കാരണം അത് 2500 വർഷം മുന്നെയാണ് ഇത് നിർമ്മിച്ചത്. സോ ഈ 2500 വർഷം മുന്നേ നമ്മളെ ആൾക്കാർ, അതായത് ഇന്ത്യൻസ് എത്രമാത്രം ടാലന്റഡ് ആയിരുന്നെന്ന് അപ്പൊ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബ്യൂട്ടിഫുൾ മാത്രല്ല, അത്രയും മാൻ പവറും കാര്യങ്ങളും ഒക്കെ ആവശ്യമുള്ള ഒരു വർക്കാണ്. അങ്ങനെ രാവിലെ നമ്മൾ ഇളനീര് തന്നെ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് പഴനി പൊള്ളാച്ചി റൂട്ടിലാണ്. നമ്മള് പഴനി കണക്ട് ചെയ്തിട്ടാണ് പോണത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള ഇളനീരും അതേപോലെ അതിന്റെ കിഴമ്പൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടരായിട്ട്. അതിന്റെ ഇടയിൽ ഇവിടെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് തമിഴ്നാട് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് റോഡിലെത്തിയതിന് ശേഷം ഇവിടെ ഫുള്ള് അടിപൊളി റോഡാ. അങ്ങനെ ഗട്ടർ കുഴി ഒന്നുമില്ല, നല്ല റോഡാണ് കേട്ടോ, നല്ല അടിപൊളി റോഡാണ്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഡ്രൈവിംഗ് ഒക്കെ നല്ല ഈസിയർ ആവും. ഇവിടെ അത് കേറിയപ്പോ നമുക്ക് ഇതേപോലെ ഒരുപാട് വിൻമിൽസ് കാണാം കേട്ടോ. ഒരുപാട് വിൻമിൽസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് വിൻമില്ല്. ഇതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് ഇവർക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. മലയോര പ്രദേശമായ കാരണം അവിടെ നല്ല കാറ്റുണ്ടാവും. അതാണ് ഒരുപാട് എന്താ പറയാ വിൻമില്ല് വെച്ചിട്ടുള്ളത്. ഇപ്പോ കുറച്ച് എന്താ പറയാ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈമിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ ചാൻസ്. പലതും ഓൾറെഡി ഇപ്പൊ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വിൻമിൽസ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ വളരെ രസമാണ് കേട്ടോ. അപ്പൊ യാത്രയൊക്കെ നിങ്ങൾക്ക് ഒരു ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. വിൻമില്ലിന്റെ ആകെയുള്ള ഒരു പ്രശ്നം ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റെനൻസും മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബെറ്റർ വേ തന്നെയാണ്. പിന്നെ ഈ വിൻമില്ല് മാത്രമൊന്നുമല്ല, അപ്പുറത്ത് നല്ല അടിപൊളി സീനറിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ പോണ വഴികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയ പ്ലേസസ് ആണ്. അപ്പൊ ഇതൊക്കെ ആസ്വദിച്ച് പോകുമ്പോ നമ്മൾ മധുരയ്ക്കൊക്കെ പെട്ടെന്ന് എത്തിയ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ തമിഴ്നാട് ഗവൺമെന്റ് ആണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ടാണ്. ഇപ്പൊ ഇതിന്റെ സെൻട്രലിലൂടെ വേണ്ട ഈ പൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവര് പൈസ നന്നായി മുടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു കുഞ്ഞു ചർച്ച കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ട ഈ മലകളൊക്കെ കണ്ടില്ലേ, എന്ത് രസാന്നറിയാം. നമുക്കിത് കാണുമ്പോ ഭയങ്കര ഗ്രീനിഷും അല്ലേ. അങ്ങനെ നമ്മളിപ്പോ ഏകദേശം മധുര എത്താനായി. മധുരയ്ക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റേഴ്സ് 38 കിലോമീറ്റേഴ്സ് ഉള്ളൂ. നമ്മളിപ്പോ ശരവണാസ് ഡെലീഷ്യസ് വെജ്. അങ്ങനെ ഡെലീഷ്യസ് ആണോ അല്ലേന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് നേരെ കേറിട്ടോ. അവിടെ പോയി കഴിഞ്ഞപ്പോ ഇവിടെ ഫ്രണ്ടിലൊക്കെ ബേക്കറി ഐറ്റംസ്, അതേപോലെ
ഇപ്പുറത്തെ ഒരു സൈഡില് വിത്തൗട്ട് എ സി, പിന്നെ ഞങ്ങൾ എ സി ഉള്ള സ്ഥലത്തേക്ക് പോയി, നല്ല ചൂടായിരുന്നല്ലോ. അങ്ങനെ വെജ് മീൽസ് ആണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിരുന്നു. വിശപ്പ് കാരണം വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു സത്യം പറഞ്ഞാല്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്ത് മധുരയിൽ എത്തിയിട്ടോ. ഇതൊക്കെ കണ്ടോ, ഭയങ്കര റിച്ച് എന്താ പറയാ ആർക്കിടെക്ചർ ആണ്. അല്ലെങ്കിൽ അതിൽ ഓരോ കൊത്തുപണികളും അത്രയും അധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ്. പിന്നെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഫോൺ അനുവദിക്കൂല, അത് കാരണം പുറത്തുനിന്ന് ചെറിയൊരു വീഡിയോ എടുത്ത് അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി മധുര മീനാക്ഷി ക്ഷേത്രം ഒന്ന് സന്ദർശിച്ചു. ഉള്ളില് നമുക്ക് പോകാൻ പറ്റുന്നത് വരെ പോയി. അപ്പോ ഞങ്ങൾ പിന്നെ അതിന്റെ ശേഷം മധുര മീനാക്ഷി ടെമ്പിൾ കണ്ടതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിലേക്കാണ് വന്നുള്ളത്. ഗാന്ധി മ്യൂസിയം ഉണ്ട് ഇവിടെ, ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം തോന്നുന്നു. അപ്പോൾ ഇനി അവിടെ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നറിയാം. അത് ഗ്രീൻ കളറാണ് അമ്മ. അങ്ങനെ ഇവിടെ ഗാന്ധിപീഠം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഗാന്ധിജിന്റെ ആഷസ് ഒക്കെ സംസ്കരിച്ചിട്ടുള്ളത്, കുറച്ചൊക്കെ സംസ്കരിച്ചിട്ടുള്ളത് ഇവിടെയാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു റെപ്ലിക്ക, ഗാന്ധിജി താമസിച്ചിരുന്ന കുടിലിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗാന്ധി സ്മാരക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ മ്യൂസിയത്തില് പണ്ട് കാലത്തെ ആൾക്കാരുടെ ഓരോ ജീവിത ശൈലിയും അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ. പിന്നെ അപ്പൊ മധുരയില് നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അടുത്ത ഫുഡടി പരിപാടി. നല്ല ടയേർഡായി, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുന്നു ഇവിടെ. നമ്മളെ അമ്മൻ കോവില്. ഈ ട്രിപ്പ് വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റി ഫുഡ് കിട്ടിയിട്ടുള്ളത് ഇവിടുന്ന് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ബേക്കറീസ്, അതിൽ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് പശുനെയ്യൊക്കെ വെച്ചിട്ടാട്ടോ. സൂപ്പർ ആയിരുന്നു. ഞാനും കുറച്ച് സാധനം. അങ്ങനെ പിന്നെ ഞങ്ങൾ മധുരയിൽ തന്നെ സ്റ്റേ ചെയ്തു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂം കിട്ടി. പിന്നെ അതിന് തൊട്ടടുത്ത് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ ഡിണ്ടിഗലിലൊരു പാലസ് ഓഫ് ഫോർട്ട് അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മള് ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആയിരുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ടോയ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ഒക്കെ ഹാൻഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു ഭരണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിലമോൻ വാശി പിടിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ടോയും മേടിച്ചു. പിന്നെ ഇവിടെ കൊടുത്തതാണ് കേട്ടോ മെനു. ആക്ച്വലി ഇതൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വിസിലാണ്. നല്ല അടിപൊളിയായിട്ട് വിസിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്ത് ഡിണ്ടിഗലിലുള്ള ഫോർട്ട് കാണാൻ വേണ്ടി പോയിട്ടോ. അതൊരു കിഡിലെ ഫോർട്ട് ആണ് എല്ലാരും പറഞ്ഞത്. അപ്പൊ അത് ഇന്നാ കാണണല്ലോ എന്ന് വിചാരിച്ചിട്ടാ പോയത്. ആ കുന്നിന്റെ മേലെ കാണുന്നതാണ് ഈ ഫോർട്ട്. അമ്പലമുണ്ട്, വോലലാലിന്റെ അമ്പലാണ്. ശ്രീനിവാസം പെരുമാൾ കോവിലാണ്, അതായത് അമ്പലാണ്. ശ്രീനിവാസം പെരുമാൾ കോവിലുണ്ട് അവിടെ. റിച്ച് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയാം. അത്രയും ഡീറ്റെയിൽ, ഓരോ ഭാഗം ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് കൊടുത്തത്. അതേപോലെ അമ്മൻ കോവിലിൽ പോയപ്പോൾ തന്നെ ഇരുന്ന. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ എന്താ പറയാ, ഈ വീഡിയോഗ്രാഫി ഒന്നും കടത്തി വിടൂല. സോ അത് കാരണം അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ഒരു ആർക്കിടെക്ചറിന്റെ ഒരു പഴയ ഒരു മേന്മൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലെവല്. അങ്ങനെ നമ്മൾ ഡിണ്ടിഗൽ ഫോർട്ടിലേക്ക് എത്തിയിട്ടോ. ഈ ഫോർട്ട് 80s 50s ഉള്ള ഫോർട്ടാണ്. ഇത് അത്യാവശ്യം കുറെ കയറാനുണ്ട്. നമ്മളെ ഡിണ്ടിഗൽ ഫോർട്ടാണ് ബാക്കിൽ കാണുന്നത്. ഇത് വന്ന് എന്താ പറയുക, മുത്തുകൃഷ്ണൻ നായകർ ഇവരതായിരുന്നു ഫസ്റ്റ്. പിന്നെ ഹൈദരാലി, ടിപ്പു സുൽത്താൻ അവർക്ക് യൂസ് ചെയ്തിരുന്നു 1856 ആ ടൈമിൽ. അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അന്നത്തെ കാലത്തുള്ള കോട്ടയല്ലേ, അടിപൊളിയാണ്. ഇവിടെ സൈഡില് അമ്പലക്കുളമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഈ പ്ലേസിന്റെയും അതേപോലെ അതിന്റെ ഒക്കെ ബ്യൂട്ടി നോക്കി. അവിടെ മരങ്ങളും ആയിട്ട് ഇതാണ് 80s ഫോർട്ട്. എന്ത് രസത്തിലാ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയോ? അത് കുഴപ്പമില്ല. എവിടൊക്കെ ആയി കഴിഞ്ഞാലും ഇവരെ ആർക്കിടെക്ചറൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകം എടുത്ത് പറയേണ്ടതാ. കണ്ടോ, അടിപൊളിയാണ്. ഫുള്ള് റിച്ച് ഇൻ ആർക്കിടെക്ചർ ആട്ടാ. ഇതൊക്കെ കണ്ടോ, എന്ത് രസത്തിലാ പണി ഏൽപ്പിച്ചിട്ടില്ല നോക്ക് അല്ലേ. അന്ന് അത്രയും ഇന്ത്യക്കാരെ ഇന്നോവേഷനൊക്കെ ഇതിന്റെ മേലെ ഇങ്ങനത്തെ ഇതൊക്കെയാണ്.
അതൊക്കെ എന്ത് രസത്തിലാ ചെയ്തിട്ടുള്ളത് നോക്ക്. ഇതാണ് ഡിണ്ടിഗൽ. ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇതൊക്കെ. എന്താ രസം നോക്ക്. ഇത് അന്നത്തെ കാലത്ത് കുതിരനെ കെട്ടണതാണോ ഇനി ജയിലാണോ? അവിടെ പോയി വന്നപ്പോഴേ വേർത്ത് വിളിച്ച് എല്ലാരും അടിപൊളി ഒരു വാമപ്പായിണ്ട്. അപ്പൊ നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ അത്യാവശ്യം നല്ല സമയമായി ഫുഡ് കഴിക്കാന്. കാരണം നല്ലൊരു റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഒരു ചുറ്റോറ് അതേപോലെ ചെറിയ ചെറിയ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റിലും ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല പശുമയിലിട്ട സാധനങ്ങളാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. സിലോൺ പൊറോട്ട, പനീർ പൊറോട്ട, പിന്നെ വെജ് പൊറോട്ട. നമ്മള് 2-3 ഐറ്റംസ് ഒക്കെ പറഞ്ഞു. അമൃത സുരഭി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ മാറണം. നമ്മള് ഊത്തപ്പം അതേപോലെ തന്നെ നമ്മളെ സിലോൺ പൊറോട്ട, മഷ്റൂം സിലോൺ പൊറോട്ടയാണ് കഴിച്ചത്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് മേടിക്കുന്നുണ്ട്. സ്വീറ്റ്സ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ഗംഭീര മഴ, ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ നമ്മൾ സൈഡാക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഡ്രൈവ് ചെയ്തത്. മധുര ട്രിപ്പിന്റെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ബിൻഷാദ്.